ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് SSC CGL പോസ്റ്റുകളെ പറ്റിയിട്ടാണ്. April 22 നമുക്ക് SSC CGL നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിനോടനുബന്ധിച്ച് നമുക്ക് SSC CGL പറ്റിയിട്ടൊരു ഫുൾ ധാരണ വേണം അല്ലെ. അതായത് നമ്മളൊരു പോസ്റ്റിലേക്ക് CGL എത്ര പോസ്റ്റ് ഉണ്ടെന്നും അതിന്റെ കാറ്റഗറീസ് എങ്ങനെയാണെന്നും അതിന്റെ ജോബ് പ്രൊഫൈല് കാര്യങ്ങൾ എങ്ങനെയാണെന്നും അങ്ങനത്തെ ഒരു ഫുൾ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സെഷനാണ് ഈ ഒരു SSC CGL പോസ്റ്റ് ഡീറ്റെയിൽസിന്റെ ഒരു സെഷൻ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, April 22 നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നിങ്ങൾ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഒരുവിധം തന്നെ നല്ലൊരു സാലറി പാക്കേജോട് കൂടി വരുന്ന പോസ്റ്റുകൾ തന്നെയാണ് SSC CGL പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ്. അപ്പോൾ ഡിഗ്രി ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് പറ്റുന്ന പോസ്റ്റുകളും കൂടിയാണ് SSC CGL ലെവൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ SSC എന്താന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. SSC എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ റിക്രൂട്ട് ചെയ്യാണ്. അതായത് വേരിയസ് എന്താണ് നമ്മുടെ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സെലക്ഷൻ കമ്മീഷൻ ആണ് ഈ പറയുന്ന SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. ഇത് ഓൺലി നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്താണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ അതിന്റെ ആ ഒരു കമ്പനീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മിനിസ്ട്രീസിന് അണ്ടറിലുണ്ടെങ്കിലോ അങ്ങനെയുള്ളത് മാത്രമാണ് ഇത് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ ആദ്യം വരും. അതായത് ഗ്രാജുവേറ്റ് ഹോൾഡേഴ്സിന് വരുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. പിന്നെ SSC CHSL എന്ന് പറയുമ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ്. ഇപ്പം 12th വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ബേസ്ഡുള്ള ജോലികൾ കാര്യങ്ങൾ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റ് എന്താണ് ഡിപ്പാർട്ട്മെന്റ്സിലും അതുപോലെ മിനിസ്ട്രീസിനും അണ്ടറിലൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് ഉള്ള റിക്രൂട്ട്മെന്റ് ആണ് SSC CHSL എന്ന് പറയുന്നത്. പിന്നെ SSC GD ജനറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫോഴ്സിലേക്കുള്ള സെൻട്രൽ ഗവൺമെന്റ് ഫോഴ്സിലേക്കുള്ള എന്താണ് ആ ഒരു റിക്രൂട്ട്മെന്റ് ആണ് SSC GD നടത്തുന്നത്. ഇനി SSC MTS എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് സെലക്ഷൻ ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ നമുക്ക് പല രീതിയിലുള്ള മൾട്ടി ടാസ്കിംഗ് പോസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ളതാണ് SSC MTS എന്ന് പറയുന്നത്. അങ്ങനെ ഇത് നിങ്ങൾ നീണ്ടു നിവർന്നു പോകും കേട്ടോ. അതായത് ഇപ്പോ SI പോസ്റ്റുകൾ വരുന്നുണ്ട്, SI പോസ്റ്റുകൾ, അതുപോലെ ഹവിൽദാർ പോസ്റ്റുകൾ. MTSന്റെ ആ ഒരു ഇതിലാണ് നമുക്ക് ഹവിൽദാർ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിലേക്കുള്ള അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഈ പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ കേരളയില് നമ്മള് പല മിനിസ്ട്രീസിന് ഉദ്ദേശിച്ചത് നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പല ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള ഒരു എന്താണ് റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ PSC നടത്തുന്ന പോലെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ SSC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി SSC CGL പറ്റിയിട്ടാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നത്. SSC CGL എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. ഇത് ഗ്രൂപ്പ് ബിയും അതുപോലെ ഗ്രൂപ്പ് സി പോസ്റ്റുകൾ അടങ്ങുന്നതാണ് ഈ ഒരു SSC CGL എന്ന് പറയുന്നത്. പിന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഞാൻ പറഞ്ഞു, ഒരു ഡിഗ്രി ഹോൾഡറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ, അതായത് അപ് ടു ഡിഗ്രി ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിനകത്ത് വരുന്നത്. ഇനി 2 tier എക്സാംസ് ആണ് ഇതിനകത്ത് വരിക. അതായത് രണ്ടും CBT എക്സാംസ് തന്നെയാണ്, 2 tier എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്, അതായത് DV ഉണ്ടാവും, ഓരോരോ പോസ്റ്റുകൾക്ക് അനുസരിച്ചുള്ള ബാക്കി പ്രോസസ് കാര്യങ്ങളൊക്കെ ബാക്കിയാണ് വരിക. അപ്പം ആദ്യം നമുക്ക് CBT 1 and 2 വരുന്ന 2 tier എക്സാംസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഈ ഒരു പോസ്റ്റുകൾ ഡീറ്റെയിൽസ് പറയാം. അപ്പൊ ഇതിനകത്ത് ഞാൻ പേ ലെവൽ 7ഉം പേ ലെവൽ 6ഉം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് പേ ലെവൽ 8 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്. ഇത് മൂന്നും അടുത്ത ക്ലാസ്സിലായിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പേ ലെവൽ 7ഉം അതുപോലെ പേ ലെവൽ 6 എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പേ ലെവൽ 7നകത്ത് വരുന്ന പോസ്റ്റുകൾ ഒന്ന് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരും, പിന്നെ ഒന്ന് അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസിന്റെ അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇന്റലിജൻസ് ബ്യൂറോയുടെ അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, പിന്നെ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വരുന്നത്, ഇനി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്, പിന്നെ നമ്മുടെ ഫിനാൻസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ അണ്ടറിൽ വരുന്നത്, പിന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസേഴ്സ് ആണ്
ഓഫീസർ പോസ്റ്റുകളാണ് ഈ പറയുന്നത്. ഇത് ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ് ഇത് വരുന്നത്. ഇനി ഇതിൽ ഓരോന്നിനും നമുക്ക് പ്രത്യേകം എന്താണ് ഏജ് ലിമിറ്റാ വരുന്നത്, അതുകൂടെ നോക്കിയേക്കുക. CSS അതായത് സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ് ആണെങ്കിൽ 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ്. പിന്നെ മിനിസ്ട്രീസ് ഓഫ് റെയിൽവേസ് ആണെങ്കിലും എക്സ്റ്റേണൽ അഫയേഴ്സ് ആണെങ്കിലും 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഇന്റലിജൻസ് ബ്യൂറോയും അതുപോലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, അതും കൂടെ ഒന്ന് ഓർത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകൾ വരുന്നത്. ഇനി എന്താണ് ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്? പല രീതിയിലുള്ള ഡിപ്പാർട്ട്മെന്റ്സും പല രീതിയിലുള്ള ഒരു മിനിസ്ട്രീസിന്റെ അണ്ടറിൽ വരുന്ന സെക്ഷൻ ഓഫീസറാണ്. അതായത് ഇതൊരു ഡെസ്ക് ജോബാണ്. അതായത് നമുക്ക് ഫീൽഡ് ജോബിനൊന്നും പോകണ്ട, ഇത് നമ്മൾ ഓഫീസ് വർക്ക് വരുന്ന രീതിക്കുള്ള ജോബ് തന്നെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ് എന്ന് പറഞ്ഞില്ലേ, അതിലെ ഏറ്റവും ലോവർ മോസ്റ്റ് പോസ്റ്റ് ആണ് ഈ പറയുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. അതായത് നമ്മുടെ ഒരു ഡെസ്ക് ജോബ് തന്നെയാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റ് തന്നെയാണ്. അതും നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഓർഗനൈസേഷൻസിലേക്കും മിനിസ്ട്രീസിന്റെ അണ്ടറിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ആ ഒരു പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇത് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി ഏജ് എന്ന് പറയുന്നത്. ഇനി പേ ലെവൽ 7 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 44,900 രൂപ തൊട്ട് 1,42,500 രൂപ അടുപ്പിച്ച് നമുക്ക് പേ സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റുകളാണ് ഈ പറയുന്നത് കേട്ടോ. അതായത് തുടക്കം തന്നെ ഇൻഹാൻഡ് തന്നെ നമുക്ക് 44,900 വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമ്മുടെ ഓരോ ഇതനുസരിച്ചിട്ട് ഓരോ പോസ്റ്റുകൾ അനുസരിച്ച് അത് വേരി ചെയ്ത് നമുക്ക് വരാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു പേ ലെവൽ 7ന്റെ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ കൂടാതെ നമുക്ക് ഇതിന്റെ പല രീതിയിലുള്ള അലവൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം സർക്കാർ നമുക്കൊരു ബേസിക് പേയ്മെന്റ് ആണ് ഞാനിവിടെ, അപ്പൊ ഒരു പേ ലെവലാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് അസിസ്റ്റന്റിന്റെ ജോബ് എന്ന് പറയാ? അതായത് നമ്മുടെ ഫയൽസ് റെക്കോർഡ് ചെയ്യുക, അത് ട്രാക്ക് ചെയ്യുക, പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ വരുന്ന ജോബുകൾ, അതായത് കമ്പൈൽ ചെയ്യുക, ഫയൽസിനെയൊക്കെ കമ്പൈൽ ചെയ്യുക, അല്ലെങ്കിൽ റിപ്പോർട്ട്സിനെയൊക്കെ കമ്പൈൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അസിസ്റ്റന്റ് ചെയ്യുന്നത്. ഇതും ഒരു ഓഫീസ് ജോബ് തന്നെയാണ് അസിസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, ഇതൊക്കെ ഫീൽഡ് ജോബാണ് കേട്ടോ. ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഒക്കെ ഫീൽഡ് ജോബാണ്. അപ്പം ഇൻകം ടാക്സ് CBDT, സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്റ്റ് ടാക്സസ് അല്ലെ, അപ്പോൾ അതിന്റെയാണ് ഈ പറയുന്ന അതിലേക്കുള്ള ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ് ഈ പറയുന്നത്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ്. ഇത് ഗ്രൂപ്പ് സി ലെവൽ പോസ്റ്റുകളാണ്. ഇനി സെൻട്രൽ എക്സൈസിന്റെ അണ്ടറിൽ വരുന്ന, അതായത് CBICയുടെ അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ ഉണ്ട്. അതും 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ്. അതും നമുക്ക് ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് ബി പോസ്റ്റുകളാണ് അവിടെ വരിക. ഇനി നമ്മുടെ CBDT അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റിന്റെ ആ ഒരു ജോബ് പ്രൊഫൈൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സുകളൊക്കെ അസസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പല കമ്പനീസ് അല്ലെങ്കിൽ പേഴ്സൺസിന്റെ ആ ഒരു ഇൻകം ടാക്സുകളൊക്കെ അസസ് ചെയ്യുക. ഇനി TDS ഒക്കെ മാനേജ് ചെയ്യുക. അതുകൂടാതെ തന്നെ ക്ലെയിമും കാര്യങ്ങളൊക്കെ റീഫണ്ട് ചെയ്യുക. അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് വരിക. അപ്പൊ ഇതൊരു ഫീൽഡ് ജോബ് പോലെയാണ് നമുക്ക് വരിക. ഇനി നമുക്ക് ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് എന്ന് പറയുമ്പോൾ, അതായത് CBICയുടെ അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി ആണിത്. എക്സൈസ് ഡ്യൂട്ടി എന്തെങ്കിലും ഒരു ഇൻവേഷൻ സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്മഗ്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ റെയ്ഡ് ടീംസിനൊക്കെ അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതും പേ ലെവൽ 7 അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ്. ഇനി നെക്സ്റ്റും പേ ലെവൽ 7 അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ് രണ്ടും ഇൻസ്പെക്ടർ തന്നെയാണ്. ഒന്ന് പ്രിവെന്റീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഓഫീസർ ആണ്. കസ്റ്റംസ് ഓഫീസർ എല്ലാവർക്കും അറിയായിരിക്കും. അതിന്റെ വേറൊരു പേരാണ് പ്രിവെന്റീവ് ഓഫീസർ. അതും CBICയുടെ അണ്ടറിൽ വരുന്നതാണ്. ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ നമുക്ക് ഈ ഒരു എലിജിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കസ്റ്റംസ് ഓഫീസർ എന്താണെന്ന് അറിയാമല്ലോ. കസ്റ്റം ഡ്യൂട്ടീസ് ആണ്, അതായത് നമ്മുടെ എയർപോർട്ടിലൊക്കെ വരുന്ന രീതിക്കുള്ള എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇൻസ്പെക്ടർ പ്രിവെന്റീവ് ഓഫീസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻസ്പെക്ടർ എക്സാമിനർ ഉണ്ട്. ഇൻസ്പെക്ടർ എക്സാമിനർ വരുമ്പോഴത്തേക്കും അതും ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റ് ആണ്. CBIC തന്നെയാണ് അവിടെയും വരുന്നത്.
18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ആ ഒരു എന്താണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരിക. ഇതും ഈ പറയുന്ന പോലെ ഇൻസ്പെക്ടർ എക്സാമിനർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എക്സാമിൻ ചെയ്യാന്നുള്ളതാണ്. ഇല്ലീഗൽ മാനുഫാക്ചർ വല്ലതും നടത്തുന്നുണ്ടോ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഇൻസ്പെക്ടറിന്റെ അണ്ടറിൽ വരുന്നത്. ഇത് ഓരോ മിനിസ്ട്രീസിന്റെ അണ്ടറിൽ ഓരോ ഇതിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന രീതിക്കായിരിക്കും ഈ പറയുന്നത്. ഒന്ന് എക്സൈസ് ആയിരിക്കും, പിന്നെ ഒന്ന് പ്രിവെന്റീവ് അതായത് കസ്റ്റംസ് ഓഫീസർ ആയിരിക്കും, ഒന്ന് എക്സാമിനർ ആയിരിക്കും, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്ന എക്സാമിനേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് ഇൻസ്പെക്ടർ ജോലി കാര്യങ്ങളൊക്കെ വരിക. ഇനി വീണ്ടും പേ ലെവൽ 7 തന്നെയാണ്. പേ ലെവൽ 7 എന്നുള്ള ഒത്തിരി പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറും ഉണ്ട്, അതുപോലെ സബ് ഇൻസ്പെക്ടറും ഉണ്ട്. അതായത് സബ് ഇൻസ്പെക്ടർ ഇതിലാണ് നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിലെ സബ് ഇൻസ്പെക്ടറും ഉണ്ട്, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറും ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലേക്ക് വരുന്ന ആ ഒരു എന്താണ് അണ്ടറിലേക്കാണ് ഇതിന്റെ ഈ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കാര്യങ്ങളൊക്കെ വരിക. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് എലിജിബിലിറ്റി വരുന്ന ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഫോർജറി എന്താണ് തടയുക എന്നുള്ളതാണ്, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. നമുക്കറിയാം ബിജു മേനോന്റെ ഒരു ഫിലിം ഉണ്ടല്ലേ, അതായത് ഒരു ഫിലിം എനിക്ക് ഓർമ്മ വരുന്ന ഷെർലോക്ക് ടോംസിന്റെ ആ ഒരു ഫിലിമിൽ അതിൽ കണ്ടു അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താന്ന് കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ഫോർജറി കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക, അതുപോലെ മണി ലോണ്ടറിങ്, അതിനകത്ത് മണി ലോണ്ടറിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഫിനാൻസിന് നേരെ വരുന്ന മണി ലോണ്ടറിങ് ആണ് കാണിക്കുന്നത്. അപ്പൊ ആ മണി ലോണ്ടറിങ് കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി സബ് ഇൻസ്പെക്ടർ CBI എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്, നമ്മുടെ പല എന്താണ് സിനിമകൾ ഓർമ്മ വരും. മമ്മൂട്ടിയുടെ പല അതായത് CBIയുടെ സിനിമകൾ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പൊ അത് തന്നെയാണ് CBIയിലെ സബ് ഇൻസ്പെക്ടർ ആണ്. അത് ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകൾ തന്നെയാണ്. 20 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ നടത്തുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ ആ ഫിലിമിൽ കാണുന്നത്, സെയിം. അതായത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പല കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എൻക്വയറി നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റ്, ആ ഒരു ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ വരിക. നെക്സ്റ്റ് ഇനി ഇൻസ്പെക്ടർ പോസ്റ്റ് ആണ്. അത് നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെന്റ്സും അതുപോലെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ്. കൂടാതെ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ആ ഒരു എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഇല്ലീഗലായിട്ട് എന്ത് നടക്കുന്നോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ തടയാന്നുള്ളത് തന്നെയാണ് ഇൻസ്പെക്ടർ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സബ് ഇൻസ്പെക്ടർ പോസ്റ്റിന് തന്നെ 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് CBN അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സും വരുന്നുണ്ട്. ഒന്ന് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലേക്കുമാണ് ഈ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് കാര്യങ്ങളൊക്കെ പോവുക. ഗ്രൂപ്പ് ബി ലെവലാണ്. അതുപോലെ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് നമുക്ക് ഈ പറയുന്ന എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതും എന്ത് തന്നെയാണ്, സബ് ഇൻസ്പെക്ടർ എന്താണ് നമുക്ക് CBN നാർക്കോട്ടിക്സിന്റെ ആ ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ തടയാന്നുള്ളത് അറിയാം. നമ്മൾ ഡ്രഗ്സ് ഡീലിങ്സ് കാര്യങ്ങളൊക്കെ തടയാന്നുള്ളത് തന്നെയാണ് അവിടെ ആ ഒരു സബ് ഇൻസ്പെക്ടറിന്റെ പോസ്റ്റിന്റെ അണ്ടറിൽ ആ ഒരു പോസ്റ്റ് എന്താണ് ജോബ് പ്രൊഫൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പേ ലെവൽ 6 ആണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. പേ ലെവൽ 6 എന്ന് പറയുമ്പോൾ ഏകദേശം 35,400 പ്ലസ് ആണ്. 400 പ്ലസ് തൊട്ടൊരു 1,15,000 മേലെ 1,15,000 മേലെ ആ ഒരു റേഞ്ചിൽ സാലറി വരുന്നതാണ് ഈ പേ ലെവൽ 6 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മുടെ പേ ലെവൽ 6ന്റെ ഒരു ബേസിക് പേയ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ ഇൻഹാൻസ് സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതിൽ ആദ്യം വരുന്നത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. അവിടെ നമുക്ക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നുണ്ട്. അത് ഡിഫറെന്റ് മിനിസ്ട്രീസിന്റെ അണ്ടറിൽ, അതുപോലെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ, അതുപോലെ ഓർഗനൈസേഷന്റെ അണ്ടറിൽ അങ്ങനെ വരുന്നത് തന്നെയാണ് ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തന്നെയാണ്. അത് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരിക. അതിന്റെ ഒരു താഴത്തെ ആ ഒരു എന്താണ് വർക്കും കാര്യങ്ങൾ തന്നെയാണ്, ഡെസ്ക് ജോബ് തന്നെയാണ്, അതായത് ഓഫീസ് ജോബ് തന്നെയാണ്. ഇവിടെ ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ഈ പറയുന്ന എലിജിബിലിറ്റി വരുന്നത്. പിന്നെ നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ്, ഒരു നല്ലൊരു പോസ്റ്റ് ആണ് കേട്ടോ. ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ്. ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിൽ വരുന്നത്. അത് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് നമുക്ക് ആ ഒരു എന്താണ് എലിജിബിലിറ്റി വരിക. ഇത് CAGയുടെ അണ്ടറിൽ ഓഫീസിലാണ് വരുന്നത്. അക്കൗണ്ടന്റ് ഉണ്ടല്ലോ, ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടന്റ് എന്താണ് ജോബ് അത് തന്നെയാണ് നമുക്ക് അവിടെ ഡിവിഷണൽ അക്കൗണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് CAGയുടെ അണ്ടറിൽ വരുന്ന എല്ലാ
എല്ലാ സംഭവങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുക, അതുപോലെ എന്താണ് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, അക്കൗണ്ട് കറക്റ്റ് ആയിരിക്കുക എന്നുള്ള കംപ്ലീറ്റ് ആണ് നോക്കുന്നത്. ഇതല്ലാതെ നമുക്ക് വീണ്ടും അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പേ ലെവൽ 8 വരുമ്പോൾ. അത് ഞാൻ അടുത്ത ഒരു സെക്ഷനിലായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്നത് സബ് ഇൻസ്പെക്ടർ ആണ്. വീണ്ടും സബ് ഇൻസ്പെക്ടർ മാറിയിട്ടില്ല, പേ ലെവൽ 6 അണ്ടറിൽ വരുന്നത് നമ്മുടെ NIA. ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ന്യൂസിലൊക്കെ കേൾക്കുന്ന കാര്യമാണ്. അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അണ്ടറിൽ വരുന്ന സബ് ഇൻസ്പെക്ടർ. അതും ഇൻസ്പെക്ഷനും കാര്യങ്ങളും തന്നെയാണ് അവിടെയും വരിക. ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റുകളാണ് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് നമുക്ക് ആ ഒരു എന്താണ് എലിജിബിലിറ്റി വരിക. പിന്നെ വരുന്ന ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന്റെ ആ ഒരു മിനിസ്റ്ററുടെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ഇതിനൊരു പ്രത്യേകം എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറും അതുപോലെ ഒരു പോസ്റ്റ് കൂടെ ഉണ്ട് കേട്ടോ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസർ ആണെന്ന്. ഈ 2 പോസ്റ്റുകൾക്ക് നമുക്ക് ഡിഗ്രി അല്ലാതെ സെപ്പറേറ്റ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എലിജിബിലിറ്റി പ്രോസസ്സ് പറയുന്ന സമയത്ത് അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റ് ആണ്. 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി എന്താണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്? ഡോക്യുമെന്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യുക, ഡേറ്റ എൻട്രി ചെയ്യുക, ടാബുലേറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ടാബുലേറ്റ് ചെയ്യുക, ഡേറ്റ എൻട്രി ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അപ്പം ഇതൊരു ഔട്ട്ലൈൻ പോലെയാണ് ഞാൻ ഈ പറഞ്ഞു വിടുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് അസിസ്റ്റന്റ് ആണ്. റിസർച്ച് അസിസ്റ്റന്റും ഉണ്ട്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റും ആണ്. റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ NHRCയുടെ അണ്ടറിൽ വരുന്ന പോസ്റ്റ് ആണ് ഈ പറയുന്ന റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ബി ലെവലാണ്. അതുപോലെ 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് അവിടെ വരിക. ഇനി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഗ്രൂപ്പ് ബി ലെവലാണ്. CBIസിന്റെ അണ്ടറിലാണ് ആ ഒരു പോസ്റ്റ് വരുന്നത്. 18 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെ, 30 വയസ്സ് വരെയാണ് കേട്ടോ, 30 വയസ്സ് വരെയാണ്, 32 അല്ല, 30 വയസ്സ് വരെയാണ് അവിടെ നമുക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാം അസിസ്റ്റന്റ് പോസ്റ്റുകളാണ്. ഒന്ന് റിസർച്ച് അസിസ്റ്റന്റും ഒന്നും എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റും ആയിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സബ് ഇൻസ്പെക്ടർ അഥവാ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ആണ്. അതായത് നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഹോം അഫയേഴ്സിന് അണ്ടറിൽ വരുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്കുള്ള പോസ്റ്റാണ് ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ബി ലെവൽ പോസ്റ്റ് ആണ്. 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയും ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പേ ലെവൽ 7ഉം അതുപോലെ പേ ലെവൽ 6ഉം വരുന്ന ആ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത സെഷനകത്ത് ഞാൻ പേ ലെവൽ 8 അതുപോലെ 5 ഉണ്ട്, 4 ഉണ്ട്, ഈ 3 പേ ലെവലും കൂടി ചേർത്തിട്ട് അടുത്തൊരു സെഷനായിട്ട് ഞാനത് ചെയ്ത് നിങ്ങൾക്ക് തരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ജോബ് ഡീറ്റെയിൽസ് വരിക, അതിന്റെ എലിജിബിലിറ്റി വരിക, അത് ഏത് ലെവൽ വരുന്ന പോസ്റ്റുകളാണ്. അപ്പൊ ഒരുവിധം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ജോബ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ വളരെ കണ്ണിങ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. നമുക്ക് മെയ് ജൂൺ മാസങ്ങളിൽ എക്സാം ഉണ്ടായിരിക്കും. അപ്പൊ അതിനു മുന്നേ നമ്മളെല്ലാം സെറ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് SCയുടെ ബാച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് നമ്മൾ പിന്നീട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കി ഇതുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.